എന്താണ് CCTV എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തമാണ് CCTV. അതൊരു ഭംഗിവാക്ക് പറയുന്നതല്ല. ഞാനൊരു കുന്നംകുളത്തുകാരനാണ്. ഈ കുന്നംകുളത്ത് ഈ ഭാഗത്തുള്ള ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പറയാനുള്ളതായിരിക്കും സ്വന്തമാണ് CCTV എന്നുള്ളത്. ഈ കാലഘട്ടം മുഴുവൻ കുന്നംകുളത്തിൻ്റെ ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നാടുകളുടെയൊക്കെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും വെറും ഒരു വാർത്താ ചാനൽ അല്ലാതെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് CCTV ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാം. ഞാനൊക്കെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡ് അങ്ങനത്തെ പുരസ്കാരങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് CCTVയോ അതിൻ്റെ പ്രവർത്തകരോ ആയിരിക്കും. അത് എൻ്റെ മാത്രമല്ല, ഇവിടെ ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു കലാകാരൻ്റെയും ഏതൊരു എഴുത്തുകാരൻ്റെയും ഒക്കെ ജീവിതാനുഭവങ്ങളിൽ ഒന്നാവും ഈ പറഞ്ഞ കാര്യം. ഇത് അത്രമേൽ ചേർന്ന് കിടക്കുകയാണ്. ഒരു ക്യാമറയിലൂടെ സംപ്രേഷണം ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഉത്തരവാദിത്തമാണ് കുന്നംകുളത്തെ CCTV ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി കുന്നംകുളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഏറെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രാദേശിക ചാനലാണ് CCTV. ആദ്യ കാലഘട്ടങ്ങളിൽ CCTVയുടെ വാർത്താ അവതാരകൻ എന്ന രീതിയിൽ ഒരുപാട് കാലത്തെ നീണ്ട അനുഭവം CCTVയുമായി എനിക്കുണ്ട്. വളരെ യാതന നിറഞ്ഞ, കഷ്ടപ്പാട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കാണുന്ന CCTVയിലേക്ക് ഈ പ്രാദേശിക ചാനൽ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ കോവിഡിനെ അഭിമുഖീകരിച്ച ഒരു കാലത്ത് വിദ്യാഭ്യാസം വീടുകളിലേക്കായി. നമുക്ക് കുട്ടികൾക്കൊക്കെ മൊബൈലിലായി നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ. അപ്പോൾ നെറ്റിൻ്റെ ആവശ്യം അത്യാവശ്യമായിട്ടുണ്ടായി. ആ സമയത്ത്, അതായത് എല്ലാവർക്കും ഇത്രയും നെറ്റ് എടുത്തിട്ട് ഇത്രയും ഡാറ്റ എടുത്തിട്ട് പഠിക്കാനുള്ളൊരു പാകം വീട്ടിലുണ്ടാവില്ല. അങ്ങനെയുള്ള വീടുകളിലേക്ക് സൗജന്യമായിട്ട് നെറ്റ് കൊടുത്ത് അവരുടെ പഠനം സുഗമമാക്കിയ ഒരു ചരിത്രം CCTVക്കുണ്ട്. ഈ വിദ്യാഭ്യാസ പുരസ്കാരം അത് ഈ വർഷവും CCTV മുടങ്ങാതെ വിദ്യാർത്ഥികളെ കണ്ടെത്തി വലിയ വലിയ പ്രതിഭകളെ അതിൽ പങ്കെടുപ്പിച്ച് അവർക്ക് ആദരം കൊടുത്ത്, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പ്രതിഭകൾക്ക് കൂടി ആദരം കൊടുത്തുകൊണ്ട് CCTV ഒരു പുരസ്കാരം ഈ വർഷവും നടത്തുന്നു. ഞാൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നത് വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെയാണ്. 19ാം വയസ്സിലെത്തുന്ന CCTVക്ക് പിറന്നാൾ ആശംസകൾ. ഇന്ന് നമ്മുടെ കുന്നംകുളത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമുള്ള മറ്റെല്ലാ കേബിൾ മേഖലയിൽ നിന്നും വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് CCTVയുടെ കേബിൾ ശൃംഖല. ഇപ്പോൾ നെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ CCTV പ്രദാനം ചെയ്യുന്നു. ഞാൻ CCTVയുടെ ഒരു സ്ഥിരം വരിക്കാരനാണ്. പുതിയ ടെക്നോളജി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന നെറ്റ് സംവിധാനമടക്കം ഇന്ന് CCTVയിലുണ്ട്. കുന്നംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ CCTV ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ CCTV സംപ്രേഷണം മാറിയിരിക്കുന്നു. അതുകൊണ്ട് വാർത്താ രംഗത്തും മറ്റു തരത്തിലുള്ള ക്ഷേത്ര ഉത്സവങ്ങളുടെയും പള്ളി ഉത്സവങ്ങളുടെയും ഏറ്റവും മിഴിവാർന്ന രീതിയിലുള്ള ദൃശ്യ പരിചയതയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്നത്. ഈ CCTV കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുവാനും ഇതിൻ്റെ ശൃംഖല വ്യാപിപ്പിക്കാനും ഇതിൻ്റെ മാനേജ്മെന്റിനും അതുപോലെ തന്നെ ഇതിൻ്റെ വാർത്താ അവതാരക ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ റിപ്പോർട്ടർമാർക്കും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്.